പക്ഷേ അപ്പോഴും ആ നിലപാടിലേക്ക് എത്താനോ ആ നിലപാടിലേക്ക് ഉയർന്നു വരാനോ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം അപ്പോഴും കേസുള്ളവരൊന്നും മുമ്പ് രാജിവെച്ചിട്ടില്ലല്ലോ, ഇവിടെ കേസ് പോലും ഇല്ലല്ലോ എന്നതടക്കമുള്ള ചില വിശദീകരണങ്ങൾക്കും ന്യായവാദങ്ങൾ നിരത്താനുമാണ് ശ്രമിച്ചിരുന്നത്. അതേ സമീപനം KPCC നേതൃത്വത്തിലെ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ വളരെ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന അതിശക്തമായ നിലപാടാണ്. അതിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കർശനമായ നിലപാട് വേണമെന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അങ്ങനെ പറയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല ആരോപണങ്ങളും ഉയർന്നു വന്നപ്പോൾ, അതായത് വ്യാജ ID കാർഡ് നിർമ്മാണ ആരോപണം, ഒപ്പം തന്നെ PV അൻവറുമായി നേതൃത്വം അറിയാതെ പാർട്ടി തള്ളിപ്പറഞ്ഞതിന് ശേഷവും നടത്തിയ കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, ഇതൊക്കെയുള്ള സമയത്തും സംരക്ഷിച്ചു പോകുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അന്നൊരു ജൂനിയർ MLA അല്ലെങ്കിൽ ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ തെറ്റുകൾ എന്ന നിലയ്ക്ക് മാത്രം അതിനെ കണ്ട് സംരക്ഷിച്ചു പോകുക എന്നുള്ളതായിരുന്നു ചെയ്ത. അതിൻ്റെയൊക്കെ ഒരു തിരുത്തൽ പ്രക്രിയയ്ക്ക് കൂടിയാണ്, അതിൻ്റെയൊക്കെ പാപഭാരം കൂടി താൻ പേറേണ്ടതില്ല എന്നുകൂടി VD സതീശൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾ ഈ നിലപാടെടുക്കുന്നതിൽ നിന്നും വായിച്ചെടുക്കേണ്ടി വന്നുകൊണ്ട് ആ നിലപാടിന് എത്രത്തോളം പാർട്ടിയിൽ പിന്തുണ കൂടി വരുന്നുണ്ട്. പക്ഷേ അതൊരു യോഗത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം പിന്തുണയുണ്ടാകുമെന്ന ചോദ്യം ബാക്കിയാണ്. കാരണം മുമ്പ് കോൺഗ്രസ് ഈ സമീപനം സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസിലെ MLA-മാർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. സ്ത്രീ വിഷയങ്ങളിൽ തന്നെ അന്ന് രാജിവെച്ചിട്ടില്ല എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രതിരോധിക്കാനുള്ള ആയുധമാണ് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അവിടെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ധാർമ്മികതയാണ് കേരളത്തിന് മുന്നിൽ കോൺഗ്രസ് കാട്ടിക്കൊടുക്കേണ്ടത് എന്ന് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. അതിനോട് നേതാക്കളിൽ പലർക്കും യോജിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ആരെങ്കിലുമൊക്കെ ആരോപണവുമായി വന്നു കഴിഞ്ഞാൽ രാജിവെക്കുക എന്ന് മാറിയാൽ അതൊരു കീഴ്വഴക്കമായി മാറില്ലേ എന്നാണ് VD സതീശന്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത കോൺഗ്രസിലെ നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യം. പക്ഷേ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ വഷളാകുകയാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്ന ആവശ്യം കൂടുതൽ ശക്തമായി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരാനാണ് സാധ്യത. അക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം, അവരുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ ദീപാദാസ് മുൻഷി സ്വീകരിച്ച ഒരു നിലപാടായിക്കൊള്ളണമെന്നില്ല. പുതിയ സാഹചര്യങ്ങൾ മാറിമറിയുകയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം ഇനി എന്താണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം എന്ന വളരെ സുപ്രധാനമായ ചോദ്യമുണ്ട്. അവിടെയും ന്യായീകരിച്ചു നിൽക്കാനുള്ള തീരുമാനമാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നത് എന്നത് തന്നെ, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു സമവായം സൃഷ്ടിക്കാൻ വേണ്ടിവരും. ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതിലേക്കൊക്കെ നേതൃത്വത്തിന് പോകേണ്ടി വരും. അന്വേഷണം നടത്തുമെന്ന് നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അതിനൊരു കമ്മീഷനെയോ സമിതിയോ ഒന്നും നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടം പാർട്ടി പദവി ഒഴിഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രാജിവെക്കാതെ പോയാൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പാലക്കാട് വീണ്ടും സീറ്റ് നൽകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും തുലോം വിരളമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ എടുക്കുന്ന ഈ കർശനമായ നിലപാടാണ്. VD സതീശനൊപ്പം മുതിർന്ന നേതാക്കൾ തന്നെ ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ പാർട്ടി പദവിയുടെ കാര്യത്തിൽ ചർച്ച വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാർട്ടി പദവിയിൽ തുടരുന്ന ഓരോ നിമിഷവും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാകും എന്നാണ് ഹൈക്കമാൻഡിനെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല അറിയിച്ചത്. കെ സുധാകരനാകട്ടെ താനായിരുന്നു അധ്യക്ഷ പദവിയിൽ, ഇതിനു മുമ്പേ എടുത്ത് പുറത്തിട്ടാനേ എന്ന പരസ്യമായി കമന്റ് ചെയ്യുന്നു നമ്മൾ കേട്ടതാണ്.